അതേപോലെ മറ്റൊരു പാറ്റേൺ ആണ് ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട്. അത് ഇതുണ്ടോ, ഇതുപോലെ ട്രയാങ്കിളായിട്ട് വരും. ഇതേപോലെ ട്രയാങ്കിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ വരക്കാൻ പറ്റും. ഇതുണ്ടോ, ഇവിടെ താഴെ ഇങ്ങനത്തെ ഒരു ലൈനും ഇതുപോലെ ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ, അത് ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ മേലേക്ക് കയറിപ്പോവും. ഈ ഒരു ലൈനാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നെങ്കിലോ ഷെയർ താഴേക്ക് പോകും. പിന്നെ ഒന്നാണ് ഫ്ലാഗ്. നമ്മളെ കൊടിയില്ലേ, നമ്മുടെ സാധാ ഫ്ലാഗ്, നമ്മൾ അങ്ങനെയാണ് ഫ്ലാഗ് വരക്കാറ്, ഇങ്ങനെ വരക്കാറില്ലേ, അതേപോലെ ഒരു പാറ്റേൺ വരും. ഇങ്ങനെ കയറി വന്നിട്ട് പിന്നെ കുറച്ച് ഒരു ചാനലിൻ്റെ ഇടയിൽ ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഇങ്ങനെ മൂവ് ചെയ്യും. അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷെയറിൻ്റെ വില കയറിപ്പോവും. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടുന്ന് താഴേക്ക് പോകും. പിന്നെ ഇതാണ് ഇൻവേർട്ടഡ് ഫ്ലാഗ്. അത് നമ്മുടെ ഫ്ലാഗ് തലതിരിച്ച് പിടിച്ച പോലെ ഇങ്ങനെ ഒരു ലെങ്ത് ഉണ്ടാവും, ഒരു ലെഗ് ഉണ്ടാവും, പിന്നെ ഒരു പാരലലിൽ ഇടയിൽ കൂടെ ഇങ്ങനെ ട്രേഡ് ചെയ്യും. അത് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ പിന്നെ താഴേക്ക് വരും. കണ്ടോ, ഇവിടുന്ന് താഴേക്ക് വന്നത് പിന്നെയും കയറി. ഇങ്ങനെ ഇവിടെ ഒരുപാട് ഫ്ലാഗ് വന്നിട്ടുണ്ട്. ഇങ്ങനെ വരക്കാം. പിന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡബിൾ ടോപ്പ് കിട്ടും. കണ്ടോ, ഇവിടെ ഇങ്ങനെ 2 ടോപ്പും ഉണ്ട്, ഒരു ബോട്ടും ഉണ്ട്. അത് ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ അവിടുന്ന് താഴേക്ക് വന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് റെക്റ്റാങ്കുലർ ബ്രേക്ക് ഔട്ട്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ റെക്റ്റാങ്കിൾ കണ്ടത് നിങ്ങൾ, ഇതെടുത്തിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ഈ ഒരു ലൈൻ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ഇവിടുന്ന് കയറിപ്പോയി. എവിടം വരെ കയറിപ്പോയി? മേലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അവിടെ കയറിയിട്ട് കുറച്ച് താഴേക്ക് വന്നു. പിന്നെ അത് ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും കയറിപ്പോയി. ഇതേ കണ്ടീഷനിൽ റെക്റ്റാങ്കിൾ ബ്രേക്ക് ഡൗൺ ഉണ്ട്. അതായത് ഈ ഒരു ലൈനിൽ ഇതിപ്പോൾ കയറിപ്പോയതല്ലേ, ഇവിടുന്ന് താഴേക്കാണ് വരുന്നതാണെങ്കിലോ പിന്നെ ഷെയറിൻ്റെ വില താഴേക്ക് പോകും. പെനൻസ്, അതൊരു മൈലാഞ്ചിൻ്റെ ട്യൂബ് പോലെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ലൈനിൽ കുറേ കാലം ട്രേഡ് ചെയ്തു. പിന്നെ അത് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ കയറിപ്പോയി. ഇത് നമ്മൾ പറഞ്ഞു ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ കുറേ കാലം ട്രേഡായി, പിന്നെ അത് ബ്രേക്ക് ചെയ്തപ്പോൾ മേലോട്ടേക്ക് കയറിപ്പോയി. ഇതെന്താണ്? ട്രെൻഡ് ലൈന്. അതായത് ഈ ഒരു ലൈനിൻ്റെ തട്ടിയിട്ട് കയറിപ്പോയി. അത് ബ്രേക്ക് ചെയ്തപ്പോൾ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ താഴേക്ക് വന്നു.